ഹാപ്പി 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 ന്യൂ ഇയർ. വളരെ നേരത്തെയാണെന്ന് അറിയാം, എന്നാലും എന്നോടൊന്ന് ക്ഷമിക്കുക. കുറച്ച് ലാഗായി പോയി എന്നറിയാം. ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. അപ്പം എഡിറ്റ് ചെയ്തിടാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പം നമുക്ക് ന്യൂ ഇയറിൻ്റെ കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം തലേന്ന് ഉള്ള ഓർഡറും ന്യൂ ഇയറിൻ്റെ അന്നത്തെ ഓർഡറുമാണ് ഇതിൽ കാണിക്കുന്നത്. തലേന്ന് നമുക്കൊരു 3 ഓർഡറായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 3 കേക്കും ക്രം കോട്ട് അടിച്ചു നമ്മൾ ഫൈനൽ ചെയ്ത് വെച്ചതാണ്. ഇനി ഓരോന്നും നമ്മൾ ഡെക്കറേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് വന്നിട്ട് 1 kg ബട്ടർ സ്കോച്ച് ആയിരുന്നേ. അപ്പം ഇതിൻ്റെ പിന്നാമ്പുറം ഒരു കഥയുണ്ട്, ഞാൻ പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇൻസ്റ്റയിലായിരുന്നു. അപ്പം ഈ ഫോട്ടോഗ്രാഫറുടെയും വൈഫിൻ്റെയും സെയിം DP ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ നോക്കിയില്ല, നെയിം ആരാ മെസ്സേജ് അയക്കുന്നത് നോക്കിയില്ല. നാളേക്ക് ഒരു കേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ചെയ്യാം. പിന്നെ ഞാൻ നേരെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. നേരെ പോയത് ഏട്ടൻ്റെ ഫോട്ടോഗ്രാഫറിൻ്റെ വാട്സപ്പിലേക്കായിരുന്നു. മറ്റേ ചേച്ചീൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. അങ്ങനെ നേരം ഏകദേശം തീരുമാനമായി. അങ്ങനെ സർപ്രൈസ് ഞാൻ കോളാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചേച്ചി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പെട്ടെന്നുള്ള ഓർഡർ ആയതുകൊണ്ട് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു സ്പോഞ്ചിൽ. അങ്ങനെ നമ്മൾ അത് മാറ്റി, പെട്ടെന്നായതുകൊണ്ട് കൊടുക്കേണ്ടതായതുകൊണ്ട് നമ്മൾ ബട്ടർ സ്കോച്ചിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ ഒരു കേക്കിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് ടോപ്പർ വെച്ചു, സൈഡിലായി ഒരു ഡിസൈൻ ക്രീം കൊണ്ട് ചെയ്തു. കുറച്ച് ഫോക്സ് ബോൾസും കുറച്ച് ഷുഗർ ബോൾസ്, ഗോൾഡൻ ഷുഗർ ബോൾസും വൈറ്റും ആയിരുന്നു ആ ഒരു കേക്കിലുണ്ടായിരുന്നത്. അങ്ങനെ ആ കേക്ക് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ അടുത്ത കേക്ക് എന്ന് പറയുന്നത് നമ്മളെ റെഗുലർ കസ്റ്റമർ തന്നെയായിരുന്നു. അവരുടെ 2 മക്കളുടെയും കേക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തു നിന്നാണ് ഓർഡർ ചെയ്യാറ്. ദെൻ അവർ ന്യൂ ഇയറിനൊരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഓർഡർ എന്നോട് മിസ്സായി പോവായിരുന്നു. പിന്നെയാണ് അവരിങ്ങനെ മെസ്സേജ് അയക്കുന്നത്, നാളേക്ക് ഒരു കേക്ക് വേണം, ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഓക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞു. അത് അവർ 1 kg ആയിരുന്നോ ഹാഫ് kg ആയിരുന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോടും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാഫ് kg ബട്ടർ സ്കോച്ച് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈറ്റ് റെഡ് തീമിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ വോളായിട്ട് ഹലോ 2025 എന്ന് 2ാമത്തെ വട്ടമാണ് ശരിയാക്കി എഴുതിയത്. ക്രീം കൊണ്ട് എഴുതുമ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു പേടി കൊണ്ടാണ് ഞാൻ ക്രിസ്മസ് കേക്കിൽ അത് ഒഴിവാക്കി ചെയ്തത്. പക്ഷേ കസ്റ്റമർക്ക് അത് ഒരു ലൈക്കായിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയാറുണ്ട്, ഇടയ്ക്ക് കസ്റ്റമറുടെ ലക്ക് കൊണ്ട് റൈറ്റിംഗ് സെറ്റായിട്ട് കിട്ടാറുണ്ട്, അല്ലാത്ത പക്ഷം അത് കൊളായിട്ടും കിട്ടാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ന്യൂ ഇയറിന് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കേക്കിൽ റൈറ്റിംഗ് ക്രീം കൊണ്ട് ചെയ്യും. എനിക്കെന്തോ അതൊരു ലൈക്കായിട്ട്. അപ്പോൾ ആ കേക്ക് ഫിനിഷ് ചെയ്തു. ഇനി അടുത്ത കേക്കാണ്. ഈ ഒരു ഓർഡർ എൻ്റെ അമ്മയുടെ ഷോപ്പിലുള്ള ഓണർ ത്രൂ വന്നതായിരുന്നു കേട്ടോ. വരുന്നത് 1 kg വാഞ്ചോ ആയിരുന്നു. അപ്പം നൈസായിട്ട് ചെറിയൊരു ഡിസൈൻ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സൈഡിൽ ആ ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ ഒരു കളറിൽ ജസ്റ്റ് ഒരു ഷേപ്പിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂ ഇയറിൻ്റെ ജസ്റ്റ് ഒരു ടോപ്പ് കേക്കിൻ്റെ വോളിൽ വെച്ചു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഗോൾഡൻ ഫ്ലെക്സ് അതും കൂടെ ഒന്ന് ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കേക്കിൻ്റെ ക്രീം കസ്റ്റമർക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല, ഭയങ്കരമായിട്ടൊരു കുത്തൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് മെയിൻ റീസൺ പറഞ്ഞത്. പക്ഷേ അത് കേട്ടപ്പം എനിക്കും കുറച്ച് വിഷമമായി. ഞാൻ ജസ്റ്റ് ബാക്കിയുള്ള കസ്റ്റമേഴ്സിനോടൊന്ന് ചോദിച്ചപ്പം അവർക്കൊന്നും കുഴപ്പമില്ലായിരുന്നു, ഓക്കെയാണ്, സെറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പം എന്താണെന്നറിയില്ല, എല്ലാവർക്കും എല്ലാ ടേസ്റ്റും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ന്യൂ ഇയറിന് തന്നെ പണി തന്നിട്ടുണ്ടായിരുന്നേ വണ്ടി. അപ്പോൾ വണ്ടി ഡെലിവറിക്ക് വണ്ടി ഇല്ലായിരുന്നു. അങ്ങനെ ഒരാൾ വന്നെടുത്തോളാം ഓക്കെയാണെന്ന് പറഞ്ഞു, ഒരാൾ വന്നെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളെ കൊണ്ട് കുറച്ച് നടത്തിപ്പിച്ചു. പിന്നെയുള്ള ഒരാൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുതരണം എന്നുള്ളത്. അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മൾ ഡെലിവറിക്ക് ഇറങ്ങാണ്. ഫസ്റ്റ് വൺ നമ്മളുടെ ഫോട്ടോഗ്രാഫർക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് നന്മണ്ട 12 ഹൈസ്കൂളിലേക്ക് പോകുന്ന റൂട്ടാണ്. നമ്മൾ കുറച്ചങ്ങോട്ട് നടന്നെത്തിയപ്പം നമുക്കൊരു ലിഫ്റ്റ് കിട്ടി. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്, വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ വീട് വരെ നമുക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ വീട്ടിലേക്ക്. അങ്ങനെ അവിടെ കൊടുത്ത് നമ്മൾ അടുത്ത ഡെലിവറിക്ക് പോവുകയാണ്.
ഇത് വരുന്നത് നേരെ പോയിട്ടുണ്ടെങ്കിൽ നന്മണ്ട തന്നെയുള്ള കരുണാറാം AUP സ്കൂളിൻ്റെ അടുത്തേക്കാണ് എത്താം. അപ്പം ഈ നന്മണ്ട 12ൻ്റെയും നന്മണ്ട 13ൻ്റെയും ഏകദേശം ഒരു മിഡിലായിട്ടാണ് നമ്മൾ ആ സ്പോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് നടക്കുകയാണ്. അങ്ങനെ അവർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു വയലിൻ്റെ ഒരു ചെറിയൊരു വ്യൂ ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ക്യാപ്ചർ ചെയ്തതേ ഉള്ളൂ. പിന്നെ ഉള്ളത് വീട്ടിൽ വന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓട്ടോയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും അവർ കൊണ്ടുപോയി. നമ്മളെ ന്യൂ ഇയർ ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ഒരു 5 കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു ന്യൂ ഇയറിന് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്തു, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫുൾ ഫിനിഷിങ്ങിലേക്ക് കിടക്കുകയാണ്. എല്ലാം വൈറ്റിൽ തന്നെയായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഡിസൈൻസിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മളെ വീടിനടുത്ത് തന്നെയാണ്. ഇത് ബേക്ക്മാൻ എന്നാണ് ഷോപ്പിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അവിടെ ബ്രെഡ് ഐറ്റംസ് പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെയാണ് അവിടെ അവരുണ്ടാക്കാറ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഓർഡർ അങ്ങോട്ടേക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഓർഡർ തന്നതും അവർ തന്നെയായിരുന്നു. അപ്പോൾ നമുക്കൊരു ചേട്ടൻ ലിഫ്റ്റ് തന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോയിൽ. അവരുടെ അമ്മ അവിടെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ കുറച്ചാളേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് സെറ്റാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു ക്ലോക്കിൻ്റെ തീമായിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ന്യൂ ഇയർ കേക്ക് ആരും ഇന്നത് വേണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റൈറ്റിംഗ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ ജസ്റ്റ് ഓരോരോ പരീക്ഷണങ്ങളായിരുന്നു എല്ലാം. ഈ ഒരു കസ്റ്റമർ ഈ ഒരു ഓർഡർ തന്നപ്പം കേക്ക് 8 മണിക്ക് വേണം, പിന്നെ ഡിസൈന് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, അതിൽ ന്യൂ ഇയറിൻ്റെ ഒരു തീം ഉണ്ടായിരിക്കണം, അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പറഞ്ഞ ടൈമിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ ആയെങ്കിലേ ഉള്ളൂ. നമ്മൾ വീട് പാസ് ചെയ്തിട്ടാണ് അവർ പോവുക. അപ്പം പോണ വഴിക്ക് നമ്മളടുത്തുനിന്ന് കേക്ക് പിക്ക് ചെയ്ത് അവർ പോയതാണ് കേട്ടോ. സെക്കൻഡ് കേക്ക് എൻ്റെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ. 10th വരെ നമ്മൾ ഒരുമിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവളെ അമ്മ വഴി കിട്ടിയൊരു ഓർഡറായിരുന്നു. അവളമ്മ അവിടെ നന്മണ്ട കൃഷിഭവനിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടേക്ക് ന്യൂ ഇയറിന് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് റൈറ്റിംഗ് ഇങ്ങനെ പറഞ്ഞു, ഹാപ്പി ന്യൂ ഇയർ എന്ന് കൊടുക്കാം, കൃഷിഭവൻ നന്മണ്ട എന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ടു. ഓക്കെ, കയ്യിൽ നിന്നിട്ട കൂട്ടത്തിൽ കൈ നൈസായിട്ട് പാളിപ്പോയി. അങ്ങനെ റൈറ്റിങ് നൈസായിട്ട് കൊളായി. അങ്ങനെ നമ്മൾ പിന്നെയും മാറ്റി സെറ്റാക്കി. ആദ്യം ആ ഒരു ലൈനിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് കൊള്ളിക്കാൻ നോക്കിയായിരുന്നു. അപ്പോൾ കൊള്ളില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് റിമൂവ് ചെയ്ത് പിന്നെ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് എഴുതി കൊടുത്തു. അപ്പം ഇത് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ന്യൂ ഇയർ ടൈപ്പ് കേക്കൊക്കെ ഫുള്ള് ബോർഡർ എല്ലാ കാര്യങ്ങളും വേണമല്ലോ. അപ്പം അത് ഒന്നും ഞാൻ മാറ്റം വരുത്തിയില്ല, അതങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു വൈറ്റ് ആൻഡ് പിങ്ക് കോംബോയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ബ്ലാക്കിൽ റൈറ്റിങ്ങും കൊടുത്തു. അപ്പോൾ ഈ കേക്ക് അവരിവിടെ വന്നെടുത്തതായിരുന്നു. അവരൊരു 9:45 ആയിരുന്നു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ടൈമൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു പ്ലേസിൽ. അപ്പം ജസ്റ്റ് ഒരു സൺ കിസ്സൊക്കെ അടിച്ചു. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്തു. അങ്ങനെ അവരെത്താൻ ലേശം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പിക്ക് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ തേർഡ് കേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ +1 +2 ആ ടൈമിൽ കണ്ടതാണ്. അതിനുശേഷം +2 ഇല്ലായിരുന്നു തോന്നുന്നു, +1 മാത്രമായിരുന്നു ആ ടൈം കണ്ടത്. പിന്നെ കാണുന്നത് നമ്മൾ ഇന്നായിരുന്നു. അങ്ങനെ അവന് വേണ്ടിയിട്ടുള്ളൊരു കേക്കായിരുന്നേ. അപ്പം ന്യൂ ഇയറിനാണെന്നേ പറഞ്ഞുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ നടത്താൻ പറ്റുക. ഒരു വെറൈറ്റി വിൻറ്റേജ് കേക്കായിരുന്നു, റിബൺ ബോ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ക്രീം കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്തത്, പക്ഷേ കാണുമ്പോൾ കുറച്ച് ആർഭാടായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം പിങ്ക് വൈറ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ കേക്ക് നമ്മൾ മാറ്റി വെച്ചു. ദെൻ ഫോർത്ത് കേക്ക് വളരെ വളരെ ബുദ്ധിമുട്ടേറിയൊരു കേക്കായിരുന്നു. സംഭവം 1 kg നല്ല ഫ്ലാറ്റായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു സംഘത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടായിരുന്നു, ന്യൂ ഇയർ പരിപാടിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ വീട്ടിനടുത്തുള്ളൊരു ചേട്ടൻ തന്ന ഓർഡറായിരുന്നു. അപ്പോൾ നമുക്ക് റൈറ്റിംഗ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ മലയാളം എന്ന് പറയുന്നത് കുറച്ചൊരു മെനക്കെട്ട പണിയാണ്. അതും ക്രീമിൽ കേക്കിലൊക്കെ എഴുതുക എന്ന് പറയുമ്പോൾ ഉഷാറായിരിക്കും. അങ്ങനെ കുറച്ചൊക്കെ തെറ്റിയിട്ടുണ്ട് കേട്ടോ. തെറ്റിയാണല്ലോ നമ്മൾ ശരിയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണല്ലോ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
അപ്പം അങ്ങനെ തെറ്റി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മലയാളം ആയതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ക്രീമിൽ തന്നെ എഴുതണം എന്നുള്ളതും. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ നമ്മൾ തട്ടി തടഞ്ഞ് വീണും എഴുന്നേറ്റും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ റൈറ്റിംഗ് ഒരുവിധം ഫിനിഷ് ചെയ്ത് വെച്ചോ. പിന്നെ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, അവർ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വൈറ്റും റെഡും തീമിലാണ് സെറ്റ് ചെയ്തത് കേക്ക്. പക്ഷേ റെഡ് കുറച്ചങ്ങോട്ട് ഓവറായി പോയോ എന്നൊരു ഡൗട്ട്. അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെഡ് ചെറിയൊരു കൂടിപ്പോയിട്ടുണ്ട്, ബാക്കി കേക്കൊക്കെ സെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെറിയൊരു ഇത് ശരിയാവുമായിരിക്കും. അപ്പോൾ ഞാനിത്ര കളറും വിചാരിച്ചില്ല കേട്ടോ. റെഡും വൈറ്റും സാധാ നോർമലി റെഡ് എത്ര ഡാർക്കാക്കി ചെയ്താലും ലൈറ്റിൽ തന്നെയാണ് കിടക്കാറ്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, കുറച്ച് ഡാർക്കായിപ്പോയി. അങ്ങനെ നമ്മൾ ബോർഡറും വൈറ്റും റെഡുമായിട്ട് കൊടുത്തു. ദെൻ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫൈനൽ ലുക്ക് നമ്മൾ ലാസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ, കാണാൻ മറക്കരുതേ. ഇനി നമ്മൾ 5th, ഇത് നമ്മളുടെ റെഗുലർ കസ്റ്റമർ തന്നെയാണ്. അവരെ സുംബ ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ സെറ്റാക്കാമെന്ന് പറഞ്ഞു. ഇത് 1 kg നല്ല ഫ്ലാറ്റ് ആക്കിയിട്ട് ചെയ്തതാണ്. സ്പാനിഷ് ഡിലൈറ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ നല്ല ഫ്ലോയിൽ അങ്ങോട്ട് എഴുതി പോകുന്നുണ്ട്. എനിക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പം വലിയ കുഴപ്പം തോന്നാറില്ല കേട്ടോ. മലയാളമാണ് പിന്നെയും കുറച്ച് ടഫായിട്ട് തോന്നാറ്. അപ്പോൾ നമ്മൾ റൈറ്റിംഗ് ഒക്കെ കൊടുത്തു. പിന്നെ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കളറും ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ ബോർഡറായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ക്രീം കൊണ്ട്. ഇനി നിങ്ങൾ വിചാരിക്കും 5 കേക്കിൻ്റെ ഓർഡർ ആയിരുന്നല്ലോ പറഞ്ഞ്, പിന്നെ ഇതങ്ങനെ 6 കേക്കായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ ഫോട്ടോഗ്രാഫറുടെ അമ്മ വഴി വന്നൊരു ഓർഡറായിരുന്നു. അവർ ADS പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല, സെറ്റ് ചെയ്തു. അപ്പോൾ റൈറ്റിംഗ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാപ്പി ന്യൂ ഇയർ ADS 13ാം വാർഡ്, അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷിലായതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രം കോട്ട് അടിച്ച് ഫൈനൽ ഈ ഒരു ഡിസൈനും കൊടുത്തിട്ട് ജസ്റ്റ് റൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈറ്റിങ് കൊടുക്കുമ്പോൾ അത് ഞാൻ തെറ്റിക്കും, അത് നിർബന്ധമാണ്. ലക്കിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ തെറ്റാതെ റെഡിയായി കിട്ടുക. ഇത് പിന്നെ തെറ്റി, അത് ADS എന്നുള്ള അങ്ങോട്ട് സെറ്റായില്ല. അങ്ങനെ നമ്മൾ മാറ്റി ഒന്നും കൂടെ ഒന്ന് റൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ വാർഡ് 13 കൊടുത്തു. അപ്പം റൈറ്റിങ് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഡിസൈൻ കൊടുത്തു. അത് ഒരൊന്നൊന്നര ഡിസൈനായിപ്പോയി. ഞാനൊന്ന് ജസ്റ്റ് നമ്മൾ മൈലാഞ്ചി മെഹന്തിയൊക്കെ ഇടുമല്ലോ, അപ്പോൾ ഈ ഒരു ഇതിലൊന്ന് ജസ്റ്റ് വരച്ച് നോക്കിയതാണ്. അതങ്ങോട്ട് സെറ്റായില്ല. അപ്പോൾ എന്തോ മാറ്റാമെന്ന് തോന്നി. അപ്പം മാറ്റുമ്പം പിന്നെ അവിടെ പിന്നെ ഒരു ഇതാവും. അതുകൊണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ വൈറ്റ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുത്തു. അപ്പോൾ കേക്കിൻ്റെ ലുക്ക് നമ്മളത് മാറ്റിയെടുത്തു. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ബോർഡറും കൊടുത്തു. അപ്പോൾ സംഭവം സെറ്റായി. ഇത് വാങ്ങുന്നത് 2nd ആണ് കേട്ടോ, 2ാമത്തെ ദിവസമാണ് വാങ്ങുന്നത്. ഇതും പിന്നെ നമ്മളുടെ ഈ ഒരു കേക്കും. അതവന് അന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് പിന്നെ വന്ന് വാങ്ങിയില്ല, പിറ്റേന്നാണ് വന്ന് വാങ്ങിയത് കേട്ടോ. അപ്പം ഇത്രയും കേക്കിൻ്റെ ഡിസൈൻസൊക്കെ ആയിരുന്നു നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു, അങ്ങനെ പാക്ക് ചെയ്തു. പിന്നെ ഈ ഒരു കവർ കണ്ടിട്ട് ആരും ഒന്നും പറയരുത്. ഒന്നാമത് എന്താ വെച്ചാൽ നമുക്ക് 1.5 kg ബേസ് വരുന്ന ബോക്സിൻ്റെ കവർ കിട്ടാനില്ല. ഒരുപാട് ഷോപ്പിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടാണ് ഈ ഒരു സോഴ്സ് കണ്ടെത്തിയത്. അപ്പോൾ പിന്നെ അതിൽ തന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അവർക്ക് കൊടുത്തു. പിന്നെ അടുത്ത ആൾ വന്നു, അവർക്കും കൊടുത്തു. ഇത് 2nd ഡേ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഈ 2 ആളും. അങ്ങനെ കസ്റ്റമർ ഫസ്റ്റ് ടൈമാണ് ഒരു ഡെലിവറി ബോയിനെ പോലെ നമുക്ക് വീഡിയോ ഒക്കെ അയച്ചിരുന്നത്. എനിവേ താങ്ക് യു. അപ്പോൾ നമുക്കൊന്നാമത് ഡെലിവറി ഓപ്ഷൻ ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉള്ളത് കേട്ടോ. ഇപ്പോൾ എന്തായാലും നമ്മൾ വേഗം തന്നെ സെറ്റാക്കും. അപ്പം നമ്മളുടെ ന്യൂ ഇയർ ഡേയ്സ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ പറയാൻ വിട്ടുപോയത്, നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. നോർമൽ കേക്കിന് 50% ഓഫും പിന്നെ 6-in-1 കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം 6-in-1 കേക്ക് നമുക്ക് ന്യൂ ഇയറിന് സെയിലായിട്ടുണ്ടായിരുന്നില്ല. നോർമൽ കേക്ക് തന്നെയായിരുന്നു സെയിലായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ദീപാവലീൻ്റെ ഒരു വീഡിയോ ഇപ്പോഴും പെൻഡിങ് ആണെന്നറിയാം. എന്തായാലും പെട്ടെന്ന് തന്നെ അധികം ഇടും കേട്ടോ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് 2 കേക്കുകൾ എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത്. എന്നെയും കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൂടെ എന്ന് ചോദിക്കുന്നത്. ഒരു ക്രിസ്മസ് കേക്കിൻ്റെയും ഒരു ന്യൂ ഇയർ കേക്കിൻ്റെയും കൂടെ വീഡിയോസ് ഇടാനുണ്ട് കേട്ടോ. അപ്പം ഒന്നാമത് ഇതന്നെ ഒരു കുറച്ച് ലെങ്തി അല്ലേ. അപ്പം ഒന്നും കൂടി ഇനി ഞാൻ കുത്തിക്കയറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓടിക്കൂലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഡേ കാണാം കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ.